സ്മൃതി പരുത്തിക്കാട്, അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, സ്മൃതി കോട്ടൺ ഫീൽഡ് എന്നാണ് വിളിക്കുന്നത്. സ്മൃതിക്ക് തൃശ്ശൂർ പൂരം ഒന്ന് നിർത്തിക്കിട്ടാൻ കുറേ കാലമായി ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ലൈവിൻ്റെ ഒരു കാർഡ് ഞാൻ കണ്ടു. അതിനകത്ത് പറയുന്നു, ദുരന്തമുണ്ടായിടത്ത് പൂരം ഇത്തവണ വേണ്ട എന്ന് പറയാൻ ഭരണകൂടം മടിക്കുന്നത് എന്താണ് എന്നാണ് സ്മൃതി പരുത്തിക്കാട് ചോദിക്കുന്നത്. അതിന് ശശികല ടീച്ചർ മറുപടി കൊടുത്തിട്ടുണ്ട്. ശശികല ടീച്ചറുടെ മറുപടി കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. പൂരം നിർത്തണമോ വേണ്ടയോ അത് എന്ന് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് തീരുമാനിക്കാൻ അറിയാം. എൻ്റെ ചോദ്യം സ്മൃതി അടക്കമുള്ള മാധ്യമ ഉപദേശികളോടാണ്. ചിതറിത്തെറിച്ച മാംസപിണ്ഡങ്ങളുടെ ഗതികെട്ട അവസ്ഥ കാട്ടുന്ന ഇത്തിരി നേരമെങ്കിലും ആടിപ്പാടുന്ന പരസ്യം നിങ്ങളാരെങ്കിലും ചാനലിൽ നിന്ന് ഒഴിവാക്കിയോ? ഇതുവരെ ഭൂമി കുലുക്കമോ പ്രളയമോ സുനാമിയോ പോലുള്ളവ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും സന്തോഷ സൂചകങ്ങളായ പരസ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? അതെന്താ, നിങ്ങൾക്ക് ദുഃഖമില്ലേ എന്നാണ് ശശികല ടീച്ചറുടെ ചോദ്യം. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഈ അടുത്തിടയ്ക്ക് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഈ വിശ്വവിഖ്യാതിയായ മാധ്യമ പ്രവർത്തക, അവരുടെ നിലപാടറിയാം. അവർക്ക് കണ്ടുകൂടാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP, RSS ഇവരൊന്നും കണ്ടുകൂടാ. പക്ഷേ ഈ പറഞ്ഞ പോലെ അച്ഛൻ പണ്ട് ദേശാഭിമാനി വാരികയുടെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന പത്രാധിപരായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു സ്മൃതിയുടെ പിതാവ്. അതുകൊണ്ട് തന്നെ കമ്മികളുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ, മാർക്സിസ്റ്റുകാരുടെ ഒരു നിരന്തര പരിലാളന ഏറ്റവും ഇങ്ങനെ നിന്നിരുന്ന ഒരു മാധ്യമ പ്രവർത്തക. ഈ മാധ്യമ പ്രവർത്തകയാണെന്ന് തോന്നുന്നു. മുമ്പൊരിക്കൽ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. സ്മൃതി അല്ലെങ്കിൽ സ്മൃതി എന്നോട് ക്ഷമിക്കട്ടെ, അതെന്താ ശിവസേന പരിവാർ സംഘടനയല്ലേ എന്നൊരു ഹിന്ദു സംഘടനാ പ്രവർത്തകരോട് ചോദിക്കുകയാണ്. സംഘപ്രവർത്തകൻ RSകാരോട് ചോദിക്കുക, ശിവസേന പരിവാർ സംഘടനയല്ലേ? ശിവസേന പരിവാർ സംഘടനയല്ല എന്ന് പോലും അന്ന് അറിഞ്ഞുകൂടാതിരുന്ന ഒരാളാണ് ഈ മാധ്യമ പ്രവർത്തക. ഈ സ്മൃതി അല്ലെങ്കിൽ അത് മറ്റൊരാളാണ്. ഏതായാലും സ്മൃതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇങ്ങനെയാണ് അന്ധമായ എന്തിനും ഏതിനും സംഘപരിവാറിനെയും BJPയെയും കുറ്റം പറയാൻ നിൽക്കുന്ന ഇവർ ഈയിടെ കമ്മികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടി. വയനാട്ടിലെ വീടുകളുടെ പദ്ധതി, പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു കമൻ്റ് ഇട്ടപ്പോൾ കമ്മിക്കൂട്ടം വാരി അലക്കി സ്മൃതി വിതുമ്പി, ഞങ്ങൾ ഇവിടുത്തെ ചൂരൽമലയിലെ മൃതദേഹങ്ങൾ കണ്ടപ്പോൾ കരഞ്ഞുപോയി എന്നൊക്കെ പറയും, ഗദ്ഗത കണ്ടയായി പറഞ്ഞു. ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ചിരിച്ചുകൊണ്ട് വാർത്ത വായിക്കുന്നവരാണ്. വയനാട്ടിലെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ച് അവർക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് വിതുമ്പിയത്.